എൻ്റെ പേര് ഗ്രേസി ജെറോ. ഞാൻ കൊല്ലം ഇരുവപുരത്തുനിന്ന് വരികയാണ്. ഞാൻ ഏപ്രിൽ മാസത്തിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങൾ വെച്ച്. ഒന്നാമത്തെ നിയോഗം, എൻ്റെ മൂത്ത മരുമകൾ വിദേശത്ത് പല സ്ഥലങ്ങളിലും പോകാനായിട്ട് ഒരുങ്ങും. ഇൻ്റർവ്യൂവിലും മറ്റ് പോകുമ്പോൾ അതിലൊന്നും പാസ്സാകുന്നില്ല. നിരാശയോടെ ഓരോ സ്ഥലത്ത് പോകാനായിട്ട് ഒരുങ്ങി യാത്ര ചോദിച്ച് പോകുമ്പോൾ ഒന്നും നടക്കാതെ തിരിച്ചു വരും. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി പരാജയമായിരുന്നു. വളരെയധികം വിഷമവും കഷ്ടപ്പാടുകളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെയായിരുന്നു. ഞാൻ വിചാരിച്ചു, ഈ മകൾക്ക് വിദേശത്ത് പോകാനുള്ള ഭാഗ്യമില്ലായിരിക്കും, ഇനി ഏതായാലും ഉള്ള ജോലി നാട്ടിൽ നിന്ന് ചെയ്യട്ടെ, ഇനി ഒരിടവും വിടണ്ട എന്നുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സഹോദരൻ്റെ മോൾ ഇസ്രായേലിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ പ്രയാസമായിരുന്നു. ഇനിയും പോയി നടക്കാതെയൊക്കെ തിരിച്ചു വരും, അതുകൊണ്ട് പോകണ്ട എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു. എന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നും. ആ തിരുവചനം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ അതിനായിട്ട് മുന്നോട്ട് നീങ്ങി. മരുമകൾ മാത്രം പോകാനായിട്ടാണ് ആ കാലം അത്രയും ശ്രമിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ഗിതം ലണ്ടനിലേക്ക് പോകാനായി മകനും മരുമകൾക്കും 2 മക്കൾക്കും ലണ്ടനിൽ പോകാനായി സാധിച്ചു. ഏപ്രിൽ മാസം 28-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസം തികയുന്നതിന് മുമ്പ് മകൾ ഒറ്റയ്ക്കല്ല, അവർ കുടുംബമായിട്ട് ദൈവം അവരെ ലണ്ടനിലെത്തിക്കുകയും നല്ല ജോലി കൊടുക്കുകയും ചെയ്ത് അവരിപ്പോൾ ലണ്ടനിലാണ്. അതുപോലെ അവരവിടെ പോയി കഴിഞ്ഞപ്പോൾ മോൻ SSLC പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവേ, ആ മകൻ SSLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോയത്, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒരു അഡ്മിഷൻ ലഭിക്കണമെന്ന്. അങ്ങനെ ഇവിടെ നിന്ന് ഇടവകയിൽ നിന്ന് ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അയച്ചു കൊടുത്ത് മോൻ വളരെയധികം അവിടുത്തെ ഇടവകയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് വളരെയധികം പ്രയാസമാണ്, കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ മാതാവിനോട് നിർബന്ധമായിട്ടും കരഞ്ഞ് പ്രാർത്ഥിച്ച്, മോൻ്റെ ഭാവി തകർക്കരുതേ മാതാവേ, അവൻ എത്ര നാൾ റൂമിൽ വെറുതെ മൊബൈലും കളിച്ചിരിക്കും, അവനൊരു അഡ്മിഷൻ എങ്ങനെയെങ്കിലും മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി അവന് SSLCക്ക് പഠിച്ചുകൊണ്ട് പോയ മകന് +1 കോളേജിൽ അഡ്മിഷൻ കിട്ടി. അതിനായി മാതാവിന് ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. രണ്ടാമതായി, എൻ്റെ ജീവിത പങ്കാളി നല്ലൊരു മദ്യപാനിയും ശരിക്കും പുകവലിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണ്. ഏകദേശം 50-55 വർഷത്തോളം പഴക്കമുള്ളൊരു മദ്യപാനിയും പുകവലിയും ശരിക്കും വലിക്കുന്നൊരു വ്യക്തിയാണ്. 25 വർഷം ഗൾഫിലായിരുന്നു, ഷിപ്പിലായിരുന്നു ജോലി. അത് കാരണം മദ്യപാനം എല്ലാവർക്കും ഫ്രീ ആയിട്ട് പച്ചവെള്ളം കുടിക്കുന്നതിനൊക്കെ കുടിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആയത് കാരണം വിവാഹം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും വളരെയധികം മദ്യപാനിയായിരുന്നു, പുകവലിയായിരുന്നു. എന്നാൽ വീട്ടിൽ അങ്ങനെ ബഹളമോ ശല്യമോ ഒന്നുമില്ല, ഒത്തിരിയേറെ കഴിക്കും. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചു, ഈ മദ്യപാനത്തിൽ നിന്ന്, ഈ പുകവലിയിൽ നിന്നൊരു മോചനം കൊടുക്കണേ എന്ന്. എന്നാൽ പറയും, എൻ്റെ മരണം വരെയും ഞാൻ ഈ മദ്യം ഉപേക്ഷിക്കുകയില്ല, പുകവലി ഉപേക്ഷിക്കുകയില്ല, നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ എൻ്റെ മരണം വരെ മദ്യപിക്കുന്നു. അപ്പോഴെപ്പോൾ പറഞ്ഞാലും കേൾക്കത്തില്ല. അത് കാരണം ഞാൻ അവസാനം ഒന്നും പറയുകയില്ല, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത്. ശരിക്കും അത് പച്ചവെള്ളം നമ്മൾ ദാഹിക്കുമ്പോൾ എങ്ങനെയാണ് കുടിക്കുന്നത് അതുപോലെയൊക്കെയാണ് വീട്ടിലും വെച്ച് കഴിക്കുന്നത്. അങ്ങനെ അവസാനം വർഷങ്ങൾ 50-55 വർഷത്തോളം ആയി മദ്യപാന ശീലം തുടങ്ങിയിട്ട്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച്, മാതാവേ, ഈ മദ്യപാനത്തിൽ നിന്ന് മദ്യം കഴിക്കുന്നത് കൊണ്ടല്ല, അത് ഹൃദയത്തിന് വളരെ ആഘാതമാണ്, ശരീരത്തിന് ദോഷമാണ്. അപ്പം അത് കാരണം മകൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക്, എൻ്റെ മക്കൾ 2 പേരും തിരുവനന്തപുരത്താണ്, ഒരാളിപ്പോൾ ലണ്ടനിൽ പോയി, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കൂട്ടായിട്ട് എൻ്റെ ജീവിത പങ്കാളി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു കൂട്ടായിട്ട് വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരരക്ഷയ്ക്ക് വേണ്ടിയാണ് കുടിക്കരുതെന്ന് പറയുന്നത്. എന്നാലും കുടിക്കാതിരിക്കത്തില്ല, ഒന്നിനൊന്നിന് കൂടുതലായിട്ട് തന്നെ കുടിക്കും. അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് 8 നോൻപെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. 8-ാം തീയതി ആയപ്പോഴത്തേന് മണ്ണർക്കാട് പോയി
വിരി തുറന്നപ്പം ഞാൻ മാതാവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് മറ്റേ ഓരോ നിയോഗങ്ങളും വെച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും വിശദീകരിക്കണം, എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് വിശദീകരിച്ച് ഈശോയുടെ ഒരു മകനാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ വാവിട്ട് നിലവിളിച്ച് മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 8-ാം തീയതി 8 നോയമ്പ് തീരുന്ന 8-ാം തീയതി തീർന്ന് 9-ാം തീയതി വെളുപ്പിന് 12 മണിക്ക് അറ്റാക്ക് വന്നു. അറ്റാക്ക് നെഞ്ചുവേദനയായപ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ അസുഖമാണ് വരുന്നത്. എപ്പോഴും ഗ്യാസിൻ്റെ ആകുമ്പോൾ ഗുളിക കൊടുത്ത് സുഖമാകുമായിരുന്നു. പക്ഷെ അന്ന് ഗുളിക കൊടുത്തിട്ടൊന്നും കുറവില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മരുന്നിന് പോകാം. ഇല്ല എനിക്ക് ഗ്യാസാണ്, എനിക്ക് മരുന്നിനൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞു ഇല്ല പോകാം, ഇത് കുറയുന്നില്ലല്ലേ, ആൾ വിയർക്കുകയും ചെയ്യുന്നൊരു വെപ്രാളവും പോലെയൊക്കെ. ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ വീട്ടിലുള്ളൂ. മരുന്നിന് വിളിച്ചാൽ വരത്തില്ല, എനിക്ക് മരുന്നൊന്നും മേടിക്കേണ്ട, നിങ്ങൾ ആരും എനിക്ക് 10 പൈസയുടെ മരുന്ന് മേടിക്കേണ്ട, മരുന്ന് മേടിക്കാതെ തന്നെ ഞാൻ ജീവിക്കുമെന്നൊക്കെ പറയും. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു. അവസാനം ക്ഷമ വിട്ട് ഞാൻ അടുത്ത വീട്ടിലെ ഒരു മോനെ പോയി വിളിച്ചു, മോനെ ഇങ്ങനെയാണ്, സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പിന്നെ ആ പയ്യൻ വന്ന് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലാക്കി ECG എടുത്ത് പറഞ്ഞ് അറ്റാക്കാണ്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഞാൻ അതിനകത്തിന് വരാതിരുന്ന സമയത്ത് എന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലമൊക്കെ എടുത്ത് നെഞ്ചി തേച്ച് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞു, മാതാവേ ഒരാപത്തും ഉണ്ടാകില്ലേ, എനിക്ക് ഈ മകനെ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി, അമ്മ എന്നെ കൈവിടരുത്, ഈ മകനെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം എല്ലാം വെച്ച് തേച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു, അഡ്മിറ്റാക്കി എക്കോ എടുക്കാൻ പറഞ്ഞു. എക്കോ എടുത്തപ്പോൾ അതിൽ ഒരു ഹോള് പോലും ആ എക്കോയിലില്ല. ഉടനെ ഡോക്ടർ പറഞ്ഞു 4 ദിവസം അഡ്മിറ്റായി ഇഞ്ചക്ഷനും മരുന്നും ചെയ്തിട്ട് 5-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അറ്റാക്കായി. അങ്ങനെ അതിന് ശേഷം ഇപ്പം 4 മാസം 9-ാം തീയതിയാകും. ഇപ്പോൾ മദ്യപാനവുമില്ല, പുകവലിയുമില്ല. ഒരു അറ്റാക്ക് വന്ന രോഗിയാണെന്ന് പോലും പറയാത്ത രീതിയിൽ ശാരീരിക ആരോഗ്യവും ശരീരത്തിൽ നല്ല ഉന്മേഷവും. ഇപ്പോൾ കണ്ട ഒരു 24 വയസ്സുണ്ട്, ഇപ്പോൾ കണ്ട ഒരു 40 വയസ്സ് തോന്നും ആ മകനെ കണ്ട. അത്രത്തോളം ശരീരത്തിനും മനസ്സിനും എല്ലാം ദൈവം വലിയ പ്രകാശം കൊടുത്ത് ആരോഗ്യം കൊടുത്ത് ഇപ്പോൾ മദ്യപാനമെല്ലാം ഉപേക്ഷിച്ച് ആ മകൻ ശാരീരിക ആരോഗ്യത്തോടു കൂടി താമസിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്യുന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ കൂടാതെ ഒത്തിരിയേറെ മാതാവ് എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് എല്ലാം അമ്മയുടെ മുമ്പിൽ ഞാൻ നന്ദിയായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തതിന് ഒത്തിരി നന്ദി. യേശുവേ സ്തുതി. നന്ദി.